മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് MLM അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നെല്ലാം അറിയപ്പെടുന്ന ഡയറക്റ്റ് സെയിൽസ് ഇന്ത്യയിൽ ലീഗൽ ആണോ എന്നുള്ള സംശയം പലർക്കും ഉണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ട് നിലവിലുള്ള റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് 2021 2021 28 ഡിസംബർ 2021 ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ഈ റൂൾസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. റൂൾസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗിലൂടെ പ്രൊഡക്ട്സ് ഓർ സർവീസസ് വിൽക്കാവുന്നതാണ്. അപ്പോൾ 3 ക്ലോസിൽ GA എന്നുള്ള ഇത് 2023 ഒരു അമെൻഡ്മെൻറ്റിലൂടെ എന്നാണ് അമെൻഡ്മെൻറ്റ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഗസ്റ്റ് ഡേറ്റഡ് 21/6/2023 2023 ജൂൺ 21 ഒരു അമെൻമെൻറ്റിലൂടെ ഈ നെറ്റ്വർക്ക് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ് അതുകൂടി ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ് മീൻസ് എ നെറ്റ്വർക്ക് ഓഫ് ഡയറക്റ്റ് സെല്ലേഴ്സ് ഫോംഡ് ബൈ ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റി to sell goods or services for the purpose of receiving consideration solely from such sale. ഇപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആളെ ചേർക്കുമ്പോഴല്ല ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ പ്രൊഡക്ട്സ് ഓർ സർവീസസ് സെല്ല് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സിലുള്ള ഓരോ അംഗത്തിനും അത് ലഭിക്കാനുള്ള അർഹത കൂടിയുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സിലൂടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് വിൽക്കുന്നത് തീർച്ചയായും ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള മണി സർക്കുലേഷൻ സ്കീംസ്, പിരമിഡ് സ്കീംസ് ഇതെല്ലാം ബാൻഡാണ്. പിരമിഡ് സ്കീം എന്താണെന്നുള്ള ഡെഫിനേഷൻ കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. പിരമിഡ് സ്കീം മീൻസ് എ മൾട്ടി ലെയർഡ് നെറ്റ്വർക്ക് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ടു എ സ്കീം ഫോംഡ് ബൈ സബ്സ്ക്രൈബേഴ്സ് എൻറോളിംഗ് 1 or more സബ്സ്ക്രൈബേഴ്സ് ഇൻ ഓർഡർ ടു receive any benefit directly or indirectly as a result of enrollment or action or performance of additional subscribers to the scheme. എൻറോൾ ചെയ്യുമ്പോൾ അല്ലെ ഒരാളെ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുക എന്ന് പിരമിഡ് സ്കീമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം അത് 100% ലീഗലായിട്ട് നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഡയറക്റ്റ് സെയിൽസിലൂടെ പ്രൊഡക്ട്സ് ഓർ സർവീസ് വിൽക്കുന്ന കമ്പനികൾ പിരമിഡ് സ്കീംസിലോ മണി സർക്കുലേഷൻ സ്കീമിലോ വരുന്നതല്ല. പ്രൊഡക്ട്സ് ഓർ സർവീസസിൻ്റെ സെയിൽസിലൂടെ വരുമാനം നേടുന്നതും വരുമാനം നെറ്റ്വർക്ക് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നതും 100% ലീഗലാണ്. ഓരോ കമ്പനികളും പാലിക്കേണ്ട കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. മാൻഡേറ്ററി മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, ആ ഒരു കമ്പനിക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസസും സർട്ടിഫിക്കേഷൻസും ഇതെല്ലാം ആ കമ്പനിയുടെ ഓഫീസിലും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വെബ്സൈറ്റിലും അത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. 2021 ഇത് വന്ന് 90 ദിവസത്തിനകം നിലവിലുള്ള എല്ലാ കമ്പനികളും പാലിച്ചിരിക്കണം എന്നുള്ള നിബന്ധന കൂടി ഈ ഒരു റൂൾസിലുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ക്ലോസ് 11 നോക്കുകയാണെങ്കിൽ മോണിറ്ററിംഗ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ കംപ്ലയൻസ് എൻഷുർ ചെയ്യാനായിട്ട് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ഇതുകൂടിയുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനും ഈ ഒരു സർക്കുലറിൽ നോക്കാം. മോണിറ്ററിംഗ് മെക്കാനിസം ഫോർ ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റീസ് 2024 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കമ്പോസിഷൻ ഓഫ് മോണിറ്ററിംഗ് അതോറിറ്റി, ഈ മോണിറ്ററിംഗ് അതോറിറ്റിയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി മുതൽ കമ്മീഷണർ, സിവിൽ സപ്ലൈസ് സബ് സെക്രട്ടറി ടു ഗവൺമെൻറ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലോ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഓഫീഷ്യൽസിനെ മോണിറ്ററിംഗ് മെക്കാനിസത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരം എല്ലാ റൂൾസും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സേവ് ആപ്പ് എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. അതോടൊപ്പം തന്നെ സേവ് കാർട്ട് എന്നുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ mysaving.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഇതിൻ്റെ കംപ്ലയൻസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും. കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും, അവരുടെ ഫോൺ നമ്പറും കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഒഫീഷ്യൽ അഡ്രസ്സും ഈ എല്ലാ കാര്യങ്ങളും ഈ കമ്പനി ഇതിൽ ഉണ്ട്. കമ്പനിയുടെ ഓഫീസ് കോസ്മോപൊളിറ്റൻ റോഡ്, അശ്വിനി ജംഗ്ഷൻ, തൃശ്ശൂരാണ്. കംപ്ലയൻസ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വെബ്സൈറ്റിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണാവുന്നതാണ്. സേവ് ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് 100% ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഒരു ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഓൺലൈൻ സൂം മീറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ വീഡിയോസിലൂടെയൊക്കെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചെയ്യുന്ന ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ മുടക്കാതെ തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ അഡീഷണൽ ഇൻകം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാവുന്നതാണ്.